നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 2 വ്യാഴാഴ്ചയാണ്. ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒട്ടുമിക്ക ഗ്ലോബൽ മാർക്കറ്റുകളും ക്ലോസ്ഡ് തന്നെയായിരുന്നു. US മാർക്കറ്റുകൾക്ക് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഇന്നലെ അവധിയായിരുന്നു. എന്നിരുന്നാലും ഫ്യൂച്ചേഴ്സ് ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ വീണ്ടും ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ത്യൻ വിപണിയിൽ നിന്നും ഇന്നലെ ഓട്ടോ സെയിൽസ് ഡാറ്റയാണ് പുറത്തു വന്നത്. 2024 റെക്കോർഡ് വിൽപ്പനയാണ് കാർ സെയിൽസിൽ വന്നത്. 43 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റത്. ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചും ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തയുള്ളത് ഊഹക്കച്ചവടം തടയുന്നതിനും റീറ്റെയിൽ പങ്കാളിത്തം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനു ശേഷം ഡിസംബറിൽ ഇക്വിറ്റി ഡെറിവേറ്റീവ് വിഭാഗങ്ങളിലെ ശരാശരി പ്രതിദിന വിറ്റുവരവ് 16 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു. ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസം തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ഈ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യമായി ഇന്നലെ ഓട്ടോ സെയിൽസ് ഡാറ്റയാണ് പുറത്തു വന്നത്. SUV ഡിമാൻഡ്, പാസഞ്ചർ വാഹന വിൽപ്പന 2024 പുതിയ ഉയരങ്ങളിലെത്തിച്ചു. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിലാണ് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. 2024 ഡിസംബറിലെ PV ഡിസ്പാച്ചുകൾ വർഷം തോറും 14% ഉയർന്ന് 3,20,000 യൂണിറ്റിലെത്തി. ശക്തമായ SUV ഡിമാൻഡാണ് ഇതിന് കാരണമായത്. ഇനി SUV സെഗ്മെന്റിലെ വളർച്ചയെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. PV വിൽപ്പന SUV വിഹിതം 2024 ഡിസംബറോടെ 55% ഉയർന്നു. 2024 മാർച്ചിൽ അത് 50% മാത്രമായിരുന്നു. ഇനി പ്രധാനപ്പെട്ട കമ്പനികളുടെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ മാരുതി സുസുക്കി ആഭ്യന്തര വിൽപ്പനയിൽ 24.1% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഗ്രാൻഡ് വിറ്റാറ, എൻവിക്ടോ തുടങ്ങിയ ജനപ്രിയ മോഡലുകൾക്കൊപ്പം SUV വിൽപ്പന 21% ഉയർന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലേക്ക് വന്നാൽ താറും സ്കോർപിയോയും വഴിയുള്ള ഡിസ്പാച്ചുകൾ 18% വർദ്ധിച്ചു. ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ഡിസ്പാച്ചിൽ 1.3% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ ഡിസ്പാച്ചുകളിൽ 2% വളർച്ച രേഖപ്പെടുത്തി. നെക്സോൺ EV പോലുള്ളവയാണ് നല്ല സംഭാവന ടാറ്റ മോട്ടോഴ്സിന് നൽകിയത്. ഇനി 2 വീലർ സെഗ്മെന്റിലേക്ക് വന്നാൽ ഒരു മോശം പ്രകടനം കാഴ്ചവെച്ചത് ബജാജ് ഓട്ടോ ആയിരുന്നു. ആഭ്യന്തര വിൽപ്പന 2024 ഡിസംബറിൽ 19% കുറഞ്ഞു. ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതും അതുപോലെ പോസിറ്റീവ് ആവാൻ സാധ്യതയുമുള്ളതായ കുറച്ച് കമ്പനികൾ മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളാവാൻ സാധ്യതയുണ്ട്. ബജാജ് ഓട്ടോയ്ക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയുമാണിത്. മറ്റൊരു വാർത്തയുള്ളത്, സർക്കാർ വിമാന ഇന്ധനത്തിന്റെയും LPGയുടെയും വില കുറച്ചിരിക്കുന്നു. ഇത് മാർക്കറ്റിൽ എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്നാണ് അറിയേണ്ടത്. സർക്കാർ വിമാന ഇന്ധനത്തിന്റെ വില ഡൽഹിയിൽ ലിറ്ററിന് 1.5% കുറച്ച് 90,455.47 രൂപയിലെത്തി. വാണിജ്യ LPG വില 19 കിലോ സിലിണ്ടറിന് 14.5 രൂപ കുറച്ച് 1,804 രൂപയായി. എന്നാൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. തുടർച്ചയായ 5 വർധനകൾക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു കുറവുണ്ടാകുന്നത്. ഇതിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏവിയേഷൻ സെക്ടറിനാണ്. കമ്പനികളായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ കമ്പനികൾക്ക് ഇത് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിനാണ്. IOC, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികൾക്ക് ഇത് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയുമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഗോദാവരി പവർ ആൻഡ് ഇസ്പത്ത് എന്ന കമ്പനിയാണ്. ജഗ്മു പിഗ്മെന്റിന്റെ 51% ഓഹരികൾ ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയതായി ഗോദാവരി പവർ ആൻഡ് ഇസ്പത്തിന്റെ കമ്പനി അറിയിക്കുകയുണ്ടായി. അടുത്തത് ഗോവ കാർബൺ എന്ന കമ്പനി. ബിലാസ്പൂർ യൂണിറ്റിലെ കമ്പനിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നു. അടുത്തത് CSB ബാങ്കാണ്. ഗ്രോസ് അഡ്വാൻസസിൽ ഇയർ ഓൺ ഇയറിൽ 26.5% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ ഡെപ്പോസിറ്റ്സിൽ 22.2% വർധനവുമുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് മറ്റൊരു കമ്പനി. ഇയർ ഓൺ ഇയറിൽ ഗ്രോസ് അഡ്വാൻസസിൽ 11.94% വർധനവും ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 6.3% വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാസയിൽ 4.13% വർധനവുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. അടുത്തത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഭാരത് കോക്കിംഗ് കോളിൽ നിന്ന് 78.43 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി NMDC ആണ്.
കമ്പനിയുടെ ഇരുമ്പുയിര് ഉൽപ്പാദനം 2024 ഡിസംബറിൽ 5.1% വർദ്ധിച്ച് 4.71 ദശലക്ഷം ടണ്ണിൽ, അതായത് MT-യിലായി. മുൻവർഷം ഇതേ കാലയളവിൽ 4.48 MT ആയിരുന്നു പ്രൊഡക്ഷനായി ഉണ്ടായിരുന്നത്. ഇതേ കാലയളവിൽ ഇരുമ്പുയിര് വിൽപ്പനയിൽ 6.7% ഇടിവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 2 കമ്പനികളിലെ CFOമാർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ദീപക് സ്പിന്നേഴ്സിലെ പൂനം ചന്ദ് ശർമ്മ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്ത് നിന്നും ജനുവരി 1 റിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ അശോക മെറ്റ്കാസ്റ്റിൽ നിന്ന് ദീപക് പണ്ഡിറ്റ് നിക്കം, അദ്ദേഹം ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്ത് നിന്നും ജനുവരി 1 റിസൈൻ ചെയ്തു. ഇനി ഇന്ന് FN സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 1783 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 1690 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ജനുവരിയിലെ ആദ്യത്തെ ദിവസം തന്നെ FIS വീണ്ടും സെല്ലിങ്ങിലേക്കാണ് പോയത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്ന് ജപ്പാൻ മാർക്കറ്റും സൗത്ത് കൊറിയൻ മാർക്കറ്റും ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഹോളിഡേ ആണ് അവിടെ. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,840 എന്ന നിലയിലാണ്. അതായത് 45 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 55 പോയിന്റ്സ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 74.99 എന്ന നിലയിലാണ്. 0.43% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $72.19 പെർ ബാരൽ എന്ന നിലയിൽ 0.66% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലേക്ക് 2025 ആദ്യ ട്രേഡിംഗ് ദിനത്തിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചു. 23,742 98 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. കൂടാതെ ഇന്നലെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 200 ഡേ EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് തന്നെയാണ്. ഇനി ഡെയിലി ക്യാൻഡിൽ ഒന്നുകൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മോർണിംഗ് സ്റ്റാറിന് ചെറിയ രീതിയിൽ സമാനമായ ഒരു ക്യാൻഡിൽ ഫോർമേഷനാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് 23,870 മുതൽ 23,900 വരെയുള്ള ലെവൽ തന്നെയാണ്. അതിനുശേഷം 23,941 എന്ന ഡിസംബർ 30 ഹൈ ആയിട്ടുള്ള ആ ഒരു ലെവൽ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു സോൺ കംഫർട്ടബിൾ ആയി ക്രോസ് ചെയ്യുകയാണെങ്കിൽ 24,050 മുതൽ 24,150 വരെയുള്ള ആ ഒരു ബിയറിഷ് ഗ്യാപ് സോൺ ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽസ് തന്നെയായിരുന്നു. തിങ്കളാഴ്ച ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് അടുത്ത ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസിംഗ് വെക്കാൻ സാധിച്ചു. അതായത് ഒരു റിവേഴ്സലിൻ്റെയൊക്കെ സൂചനകൾ ഇപ്പോൾ നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 23,550 അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500, അതിനുശേഷം 24,300 സ്ട്രൈക്കിലും അതിനുശേഷം 24,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000, അതിനുശേഷം 23,200 സ്ട്രൈക്ക്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,100, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 23,750 സ്ട്രൈക്കിൽ 145% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാം. വെറും 55% ഒരു വർധനവ് മാത്രമാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണത്. അടുത്ത 23,700 സ്ട്രൈക്കിൽ 77% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണെങ്കിൽ 16% ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. അതായത് കോൾ സൈഡ് കുറച്ചുകൂടി ദുർബലമാണ് എന്നർത്ഥം. 23,800 സ്ട്രൈക്കിൽ 70% വർധനവ് പുട്ട് സൈഡിൽ കാണാമെങ്കിൽ 6% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. കോൾ സൈഡിൽ ഷോർട്ട് ബിൽഡപ്പും പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പുമാണുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കുറച്ചുകൂടി ശക്തമായി നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. 51,090-ൽ 230 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ചാനൽ പാറ്റേണിന്റെ ലോവർ എൻഡിൽ നിന്നും സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ചു കയറുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയാണ് കാണാൻ കഴിഞ്ഞത്. കൂടാതെ ഈ ഒരു ചാനൽ പാറ്റേണിനുള്ളിൽ തന്നെ ഇന്നലെ ക്ലോസിംഗ് വെച്ചു എന്നത് പോസിറ്റീവായി തന്നെ കാണാം. ഇന്നലെ ബാങ്ക് നിഫ്റ്റി 200 ഡേ EMA ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ചു കയറിയിരുന്നു. 50,480 ലെവലിലാണ് 200 ഡേ EMA ഉള്ളത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ തന്നെയാണ്. അപ്പ് സൈഡിൽ 52,000 ശ്രദ്ധിക്കുക. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 54,000, അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 അതിനുശേഷം 49,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000 ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 14.51 0.42% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.